എക്കാലവും മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് തിരൂരങ്ങാടി. ചരിത്രകാലം മുതൽ ഇവിടെ UDF മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. പല തെരഞ്ഞെടുപ്പുകളിലും സ്വതന്ത്ര പരീക്ഷണം നടത്തി ഇടതുപക്ഷം വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തിയെങ്കിലും ജയം UDFനൊപ്പം തന്നെ നിന്നു. ഔക്കാദർ കുട്ടി നഹ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മത്സരിച്ച ഏറ്റവും അവസാനം KPA മജീദിൽ എത്തി നിൽക്കുന്ന മണ്ഡല ചരിത്രമാണ് ലീഗ് MLA മാരുടെ. എന്നാൽ ഇത്തവണ ഇവിടെ മുസ്ലിം ലീഗിനായി മത്സരിക്കുന്നത് നവാഗതനായ ഒരു സ്ഥാനാർത്ഥിയാണ്, PMA സമീർ. അദ്ദേഹം ലീഗിൻ്റെ പല തലങ്ങളിലും പ്രവർത്തിച്ച് പരിചയമുണ്ട്. CPIയുടെ മുതിർന്ന നേതാവായ അജിത് കൊളാടിയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പിന്നീട് നിയാസ് പുളിക്കലകത്തിന് വഴിമാറി കൊടുത്തൊരു ചരിത്രം കൂടിയുണ്ട് അദ്ദേഹത്തിന്. റിജു സി രാഘവാണ് ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി കളത്തിലുള്ളത്. സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ തിരൂരങ്ങാടിയിലാകുമെന്നുള്ളത് സർപ്രൈസ് ആയിരുന്നു. തീർച്ചയായും തിരൂരങ്ങാടി സർപ്രൈസ് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു മണ്ഡലത്തിലേക്കുള്ള വരവിനെ കാണുന്നത്? ഒട്ടേറെ മഹാരഥന്മാർ മത്സരിച്ച മണ്ഡലമാണല്ലോ. വലിയ ഹൈ പ്രൊഫൈൽ മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്ന് രാത്രി മുതൽ ഞാൻ ഈ മണ്ഡലത്തിലുണ്ട്. വളരെ നല്ല രീതിയിലാണ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നെ വെൽക്കം ചെയ്തത്. ആദ്യ ഘട്ട പ്രചരണ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇൻഡിവിജ്വൽ മീറ്റിങ്സുകളും എല്ലാം കഴിഞ്ഞു, കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം UDFൻ്റെ സംവിധാനവും പൊതുജനങ്ങളും ഒരുമിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സംസ്ഥാനത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രൊഫഷണലായി മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് അങ്ങയുടെയാണ്. കാരണം ഒരു പ്രൊഫഷണൽ രംഗത്ത് കൂടിയുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഈ പ്രൊഫഷണലിസവും ഈ പൊളിറ്റിക്സിൽ വരുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു പ്രൊഫഷണലിൻ്റെ ഡ്യൂട്ടി. ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ വികസനം ഉണ്ടാവും. തിരൂരങ്ങാടി മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഓൾറെഡി ഇവിടെയുള്ള നമ്മുടെ മുമ്പേ വന്ന ജനപ്രതിനിധികളും UDF നേതൃത്വത്തിനും പൊതുജനങ്ങൾക്കൊക്കെ കാഴ്ചപ്പാടുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു വിഷൻ ഉണ്ടാക്കി അതിലേക്ക് പോവാൻ എൻ്റെ പ്രൊഫഷൻ ഇത് കുറച്ചുകൂടി എനിക്ക് സഹായകരമാകുന്നുണ്ട്. എങ്ങനെയാണ് കന്നിയംഗത്തിലെ പ്രതീക്ഷകൾ, ഭൂരിപക്ഷ പ്രതീക്ഷകൾ? ഇവിടുന്ന് കിട്ടുന്ന പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ വെച്ച് മെജോറിറ്റി മൾട്ടിപ്പിൾ ചെയ്യും. ഒറ്റ കാര്യം കൂടി ചോദിക്കാം. ഇപ്പൊ പ്രധാനമായിട്ടും അങ്ങൊരു പ്രൊഫഷണൽ രംഗത്ത് വരുന്നുകൊണ്ട് പാർട്ടിയുമായിട്ട് വലിയ ബന്ധം, നേരിട്ട് പ്രവർത്തിച്ച് പരിചയമില്ല എന്നുള്ള അലിഗേഷൻസ് പലരും ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു മറുപടി കൂടി പറഞ്ഞു തരാം. പാർട്ടിയുടെ പ്രവർത്തകരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു അവസരമാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം. അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നമ്മളെ ചേർത്ത് പിടിച്ച് അവരുടെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് പിന്നെ അവർ കാൻഡിഡേറ്റ് ആയിട്ട് അവർ ഇലക്ഷൻ വർക്കിലേക്ക് ഇറങ്ങുന്നതാണ്. നല്ല രീതിയിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും അഭിമാനകരമായി തോന്നുന്നു എനിക്ക് വയനാട്ടിലെ പ്രൊജക്ടിന് വേണ്ടിയുള്ള അങ്ങയുടെ നീക്കങ്ങളായിരുന്നു. വയനാട് പ്രോജക്റ്റ് പാർട്ടിയുടെ ഒരു റെക്കോർഡ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ ആശയം, ആദ്യഘട്ടത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ് അച്ചീവ്മെൻറ്റ്, പിന്നീട് ആ പ്രോജക്റ്റിൻ്റെ ഒരു മാസ്റ്റർ പ്ലാന്, അത് കൃത്യസമയത്ത് തങ്ങൾ തീരുമാനിച്ച സമയത്ത് തന്നെ കൊടുക്കാൻ സാധിച്ചത് ആ ഒരു കോർഡിനേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാണെങ്കിലും വലിയ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് നന്നായിട്ട് വന്നു. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മക രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്, സർഗാത്മകതയുടെ പ്രതീകങ്ങളാണ്. അപ്പോൾ ഇച്ഛാശക്തിയും ആത്മധൈര്യവും നിശ്ചയദാർഢ്യവും മുതലെടുത്ത് കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ പറയുന്നത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. തിരൂരങ്ങാടിയുടെ മണ്ണ് വളരെ മതേതരത്വത്തിൻ്റെ മണ്ണാണ്. ചരിത്രപ്രസിദ്ധമായിട്ടൊരു ഭൂമികയാണ് തിരൂരങ്ങാടി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തിയിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശത്തിനെതിരായിട്ടുള്ള പാരമ്പര്യമുള്ള മണ്ണ്. ആ ഒരു പാരമ്പര്യവും പൈതൃകവും ചരിത്രബോധവും തിരൂരങ്ങാടിയിൽ എപ്പോഴുമുണ്ട്. അലി മുസ്ലിയാർ കിഴക്കേങ്ങാടിയിൽ ദർസ നടത്തിയ പള്ളി ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പം അതിൻ്റെയൊക്കെ ചരിത്ര സ്മരണകളുള്ള മണ്ണിൽ ജനജീവിതം മുന്നോട്ട് ചലിക്കണം. സാമ്രാജ്യത്വത്തിനെതിരായുള്ള പോരാട്ട ഭൂമിയിൽ ആ അവബോധമുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവബോധമുണ്ട്. അതൊക്കെ നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാറ്റമുണ്ടാക്കാൻ പറ്റുന്നൊരു മണ്ണാണിത്. ഇത് മാറാത്തൊരു മണ്ഡലമല്ല, മാറ്റമുണ്ടായേ പറ്റൂ. അതിന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി ഇവിടെ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത മണ്ണാണ്, ഉപമുഖ്യമന്ത്രിയെ സംഭാവന ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയെ സംഭാവന ചെയ്തിട്ടുണ്ട്. എന്ത് വികസനമാണ് തിരൂരങ്ങാടിയിൽ ഉണ്ടായിട്ടുള്ള അവരുടെയൊക്കെ ഭരണകാലഘട്ടങ്ങളിൽ. ഇവിടെ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ട്, അതിന് ജില്ലാതല ആശുപത്രിയാക്കാമായിരുന്നില്ല.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ചെമ്മാട് ടൗണിലെ ബ്ലോക്കാണ്. അത് ഗതാഗതക്കുരുക്ക് അതിഭീകരമായ ദുരന്തം വരുത്തി വയ്ക്കുന്നത്. എത്രയോ നേരം ആ ബ്ലോക്കിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നു. അതിനേക്കാൾ ഉപരി മനോഹരമായ ഭൂപ്രദേശമുള്ള മണ്ണാണ് തിരൂരങ്ങാടി. കടലുണ്ടി പുഴയും കടലും നിരവധി കായലോരങ്ങളൊക്കെ കൂടുതൽ അടുത്ത് കിടക്കുന്ന ഉമ്മ വയ്ക്കുന്ന പ്രദേശം മനോഹരമായ ടൂറിസ്റ്റ് പ്രദേശമാക്കുക. എണ്ണം പറയുന്ന സുന്ദരമായ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായി തിരൂരങ്ങാടി. തിരൂരങ്ങാടി മാത്രമല്ല, പൊന്നാനി മുതൽ ഇങ്ങോട്ട് വടക്കോട്ട് നോക്കി എല്ലാ തീരപ്രദേശങ്ങളും മനോഹരമായ ടൂറിസ്റ്റ് പ്രദേശങ്ങളാക്കി മാറ്റാം. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ കൃത്യമായ ഭാവന വേണം, നിശ്ചയദാർഢ്യം വേണം, വലിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണം. ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഈ ശുഭാപ്തി വിശ്വാസവും ഭാവനാ സമ്പന്നതയുമാണ്. ഒരു ലീഡർഷിപ്പിന് എപ്പോഴും ഭാവനാ സമ്പന്നത വേണം, നിശ്ചയദാർഢ്യം വേണം. അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ വികസനം അതിൻ്റെ ദൃഷ്ടാന്തമാണ്. ലീഗിന്റെ ഉറച്ച കോട്ടയായ തിരൂരങ്ങാടിയെ കുലുക്കാം എന്ന് കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ കോട്ട തകർക്കാം എന്ന് കരുതുന്നുണ്ടോ? വികസന മുന്നേറ്റം എന്നുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ച ചരിത്ര പാരമ്പര്യം. ലീഗ് രാഷ്ട്രീയം പറയണം എപ്പോഴും, അല്ല മതകാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ. ലീഗും കോൺഗ്രസും പറയുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസ് പറയുന്ന ഇന്നത്തെ ഒരു സങ്കുചിതമായ രാഷ്ട്രീയം, എല്ലാ ഗുണങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ദോഷം മാത്രം കാണുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലുടനീളം പറയുന്നത്. കേരള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസനങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരൂരങ്ങാടിയിൽ കേരളത്തിൻ്റെ മൊത്തം വികസനം മുന്നിലെടുത്തുകൊണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മതേതര സ്വഭാവവും സ്വാതന്ത്ര്യബോധവും ഈ വികസന പ്രശ്നങ്ങളും എല്ലാം ഉടലെടുത്ത് മുന്നേറിയാൽ, ആശയപ്രചരണവും സംഘടനാ വൈഭവവും ഒത്തിണങ്ങിയിട്ട് മുന്നോട്ട് പോയാൽ ജനങ്ങൾ മുഴുവൻ ഒത്തുചേരും. എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ 10-12 ദിവസം ഇടതുപക്ഷ നേതാക്കന്മാരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നിസ്സീമമായ സഹകരണമാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നൊരു സാഹചര്യം തീർക്കുന്നു കരുതുന്നുണ്ടോ? ഇപ്പോഴും UDF ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിയിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി ആരാണെന്ന് ഇപ്പോഴും തീരുമാനിച്ച് അതിന് ചില അവസരങ്ങൾ ഇപ്പോഴൊക്കെ ഉണ്ടാവുന്നില്ലേ. അട്ടിമറി ഉറപ്പാണ് ഇത്തവണ. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസം. മാറ്റമാണ് ലോകത്തിലെ ശാശ്വതമായ വസ്തു. മാർക്സിന്റെ പ്രസിദ്ധമായ വാചകം, മാറ്റമില്ലാത്ത ഒറ്റ വസ്തുവേ ലോകത്തിലുള്ളൂ, അത് മാറ്റം മാത്രം. കണക്കുകൾ നോക്കുമ്പോൾ NDAക്ക് ഒരുപാട് നേട്ടമുള്ള മണ്ഡലമൊന്നുമല്ല. ഈ ചരിത്രം നോക്കുമ്പോൾ ഇത്തവണത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇത്തവണ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുള്ളത്. നല്ല രീതി കേന്ദ്ര സർക്കാരിൻ്റെ ഗുണഭോക്താക്കളാണ് എല്ലാ വീടും. ഓരോ വീട്ടിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു പദ്ധതിയിലെ ഗുണഭോക്താക്കളല്ലാത്ത ആരും തന്നെ ഈ മണ്ഡലത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്? വികസനം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തിൽ യാതൊരുവിധ വികസനവുമില്ല. ഒരു കുറ്റിച്ചൂല് വെച്ചാലും ജയിക്കുമെന്നുള്ള അവരുടെ ആ ഒരു ഓവർ കോൺഫിഡൻസും, ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറി തീർച്ചയായിട്ടും ജനങ്ങൾ വികസനത്തിനെ പറ്റി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ. NDAക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? NDAക്ക് അനുകൂലമായ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 11 വർഷക്കാലത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാധാരണക്കാരനെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അനവധികളായിട്ടുള്ള പദ്ധതികൾ. ആ പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുണഭോക്താക്കളാണ്. ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഗുണഭോക്താക്കളല്ലാത്ത ഒരു വീട്ടുകാർ പോലും ഈ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പുതിയ കാലത്തിന്റെ വക്താവായി രംഗത്തെത്തിയ PMA സമീർ വലിയ റെക്കോർഡോടെ നിയമസഭയിലെത്തുമോ, അതോ ചരിത്രം കുറിച്ച് അജിത് കൊളാടി വിജയിക്കുമോ? തിരൂരങ്ങാടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് വിഹിതം നേടാൻ റിജു സി രാഘവനാകുമോ? കണ്ടു തന്നെ അറിയാം. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.